ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷനും അമൃത വിശ്വവിദ്യാപീഠവും സംയുക്തമായി നടത്തുന്ന ക്വിസ് ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ നടക്കും. കൊല്ലം അമൃതപുരി ക്യാമ്പസിൽ രാവിലെ 11 മണിക്ക് ശശി തരൂർ MP ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ കുട്ടികൾക്കായാണ് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. 4ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായാണ് ക്വിസ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. ജില്ലാ തലങ്ങളിലാണ് പ്രാഥമിക മത്സരം. 4ാം ക്ലാസ് മുതൽ 7 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സബ് ജൂനിയർ വിഭാഗത്തിലും 8 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ജൂനിയർ വിഭാഗത്തിലും മത്സരിക്കാം. ക്വിസ് ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കൊല്ലം അമൃതപുരി ക്യാമ്പസിൽ ശശി തരൂർ MP ഓൺലൈനായി നിർവഹിക്കും. കുട്ടികളിലെ അറിവിനെ കൂടുതൽ ഉന്നതിയിലെത്തിക്കാനുള്ള നല്ല അവസരമാണ് അമൃത വിശ്വവിദ്യാപീഠം ഒരുക്കുന്നതെന്ന് ശശി തരൂർ MP അമൃത ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ അമൃത വിശ്വവിദ്യാപീഠവും ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ ഏഷ്യ എന്ന് പറഞ്ഞൊരു വലിയൊരു സ്ഥാപനം അവരൊരുമിച്ചാണ് എല്ലാ ജില്ലയിലും ഡിസ്ട്രിക്ട് ലെവൽ കോമ്പറ്റീഷൻസ് അവസാനത്തെ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻസ് ചെയ്യാൻ പോകുന്നത്. ഈ മത്സരത്തിൽ എന്താണ് കുട്ടികൾക്ക് ചോദ്യത്തിന് ഉത്തരം പറയാനൊരു അവസരമാണ്. അതുമാത്രമല്ല അവർക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും പങ്കെടുത്തിട്ട് അവരുടെ സ്വന്തം ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റിയും അവർ ഓരോരു അറിവിനെ ഷാർപ്പൻ ചെയ്യാനും നന്നാക്കാനും ഒരു വലിയൊരു അവസരമാണ് ഈ ക്വിസിംഗ് കോമ്പറ്റീഷൻ. IQA ഏഷ്യ ഡയറക്ടർ അനുരക്ഷത് ഗുപ്ത സ്വാഗതവും മുൻ DGP ലോക്നാഥ് ബെഹ്റ, അമൃത വിശ്വവിദ്യാപീഠം ഡീൻ ഡോക്ടർ ബാലകൃഷ്ണൻ ശങ്കർ എന്നിവർ ആശംസ അറിയിക്കും. ജില്ലാതല വിജയികൾക്ക് സംസ്ഥാന തലത്തിൽ മത്സരിക്കാനാകും. കാസർഗോഡ് ജില്ലയിലാണ് ആദ്യ ജില്ലാതല മത്സരം നടക്കുക. ജനുവരി 6-ന് കാസർഗോഡ് വിദ്യാനഗർ ചിന്മയ വിദ്യാലയത്തിൽ രാവിലെ 8:30 മുതലാണ് ക്വിസ് മത്സരം. ഒരു സ്കൂളിന് എത്ര ടീമുകളെ വേണമെങ്കിലും പങ്കെടുപ്പിക്കാനാവും. ക്വിസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ തുടരുകയാണ്. IQA ഏഷ്യയിൽ ക്വിസ് പ്ലെയറായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ഇതിനായി iqa.asia/registration എന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം 5 അക്ക രജിസ്ട്രേഷൻ ID ഉപയോഗിച്ച് ഗൂഗിൾ ഫോം പൂരിപ്പിക്കേണ്ടതുണ്ട്. അറിവും വിജ്ഞാനവും പകരുന്ന ക്വിസ് ചാമ്പ്യൻഷിപ്പിൽ ജില്ലാ സംസ്ഥാന വിജയികളെ കാത്തിരിക്കുന്നത് 18 ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.